ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ റെസിപ്പി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുളിശ്ശേരി വെക്കാനായിട്ട് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന മാങ്ങയാണിത്. ഇതിനെ നമ്മൾ ഇവിടെയൊക്കെ ചപ്പിക്കുടിയൻ മാങ്ങ എന്നാണ് പറയുന്നത്. ഇത് 7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങ വെച്ചും ചെയ്യാം, പക്ഷേ ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്വാദും മണമൊക്കെ കിട്ടുന്നത്. മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം കേട്ടോ. ഞാനിവിടെ മൺചട്ടിയിലാണ് പുളിശ്ശേരി വയ്ക്കുന്നത്. അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, മാങ്ങ വേവിക്കാനായിട്ടുള്ള വെള്ളം 2 കപ്പ്. ഇത് ഇടത്തരം തീയിൽ തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം. മാങ്ങ നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് വേവിക്കണം. ഇടയ്ക്കിട്ട് ഇളക്കിയും കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുളിയും മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഇത്തിരി പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങ നല്ല മധുരമുള്ളതാണ്, പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലേക്കുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത്. 1 നാളികേരത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 3 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് എരിവനുസരിച്ച് എടുക്കാം. ഇത് നല്ലപോലെ അരച്ചെടുക്കണം. വേവിച്ച മാങ്ങയിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മോര് ചേർക്കണം. 1/4 കപ്പ് മോര് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തൈരാണെന്നുണ്ടെങ്കിൽ തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചേർത്താൽ മതി. മോരിൻ്റെ പുളി അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. മോര് ചേർത്ത് പതുക്കെ തിള വരുമ്പോൾ നമുക്ക് താളിച്ചെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചെടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.